ഫൈനലി we reach ഹത്ത. ഹത്ത ഇങ്ങനെ കാണുമ്പം അട്ടാന്ന് തോന്നും, അട്ടല്ല ഹത്ത. So now we are at Hatta വ്യൂ പോയിന്റ്. അപ്പം നമ്മളിപ്പോൾ ഹത്ത വ്യൂ പോയിന്റിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് യെസ്, ഹിയർ ഈസ് അവർ ഡോക്ടർ ഷാനു. യാ, അപ്പോൾ നമുക്ക് പോവാം. ഞങ്ങൾ രണ്ടുപേരും ഔട്ട്ഫിറ്റ് മാറിയിട്ടോ. നമ്മൾ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു. നമുക്ക് എന്താ പറയുക, പല ഔട്ട്ഫിറ്റിൽ ഫോട്ടോസ് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്ത്. സെയിം ഡേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. യെസ്, നമ്മുടെ കൂടെയുള്ള 2 ബോയ്സ്, വൺ മിസ്റ്റർ ഗുപ്ത ആൻഡ് വൺ മിസ്റ്റർ അർജുൻ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുക്കാതെ നമ്മൾ സ്വയം എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പോവുകയാണ്. യെസ്, ഗൈഡ് എടുക്കണമെന്നവർ പറഞ്ഞു. ഗൈഡ് എടുക്കണമെങ്കിൽ പെർ ഹെഡ് 60 ദിറംസ് ആണ് പറഞ്ഞിട്ടുള്ളത്, 60 ദിറംസ്. സോ നമ്മളത് വേണ്ടാന്ന് വെച്ചു, നമ്മൾ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം അല്ലേ, ഈ റൂട്ടല്ലേ. നമുക്ക് ഏകദേശം ഒരു 1.5 hours ട്രക്കിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാക്കൊക്കെ എടുത്തേക്കുന്നത്. അല്ലേ, 1.5 മണിക്കൂറുണ്ട്, 1.5 hours ഉണ്ടാവും. അങ്ങനെയാണ് കയറിയവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മൾ റീൽസൊക്കെ നോക്കി റെഫർ ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത്. ആൻഡ് നമ്മുടെ ഡോക്ടർ ഷാനുവാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ. അതുകൊണ്ട് ആളാണ് റീൽസൊക്കെ തപ്പി കണ്ടുപിടിക്കുന്നത് ഓൾറെഡി പോയവരുടെ. അപ്പോൾ 1.5 മണിക്കൂറിൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് ഹത്ത എന്നുള്ള സൈൻ ബോർഡ് കാണും. അതാണ് നമ്മുടെ ഉദ്ദേശം. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ 1.5 മണിക്കൂർ. അപ്പോൾ അടുത്തൊരു 3-4 മണിക്കൂർ നമ്മൾ ഇവിടെ തന്നെയായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മേജർലി ട്രക്കിംഗ് ആണ്. നമ്മളിങ്ങനെ ഈ മൗണ്ടെയിൻസിൽ കൂടെ കയറി ട്രക്ക് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം, അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം സ്നാക്സ്, പിന്നെ ടിഷ്യൂ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ബാഗിൽ എടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മളിനി കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. It is easy, but challenging ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരണം. It will take almost. No, we don't want challenging one. We'll take the easy one. It's already too hot. Can we go through this way? No. This side is open because it's a damage. So you can only get that. Okay, അപ്പം എൻ്റെ പ്രഡിക്ഷൻ തെറ്റിപ്പോയി. ഈ വഴിയല്ല കേട്ടോ നമ്മൾ പോകുന്നത്. ദിസ് ഇസ് നോട്ട് ദ റൂട്ട്. ഈ വഴിയല്ല നമ്മൾ പോകുന്നത്. നമുക്ക് ആള് പറഞ്ഞിരുന്ന വേറെ റൂട്ടാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതല്ല. ഞാൻ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വിചാരിച്ചു, പക്ഷെ ഇതല്ല. യെസ്, എന്താണ് നമ്മൾ തീരുമാനിച്ചോ? നമ്മള് ഓക്കെ തുടങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ അറിയുന്നത് ഇങ്ങനെ കറങ്ങി ഓക്കെ ബ്ലൂവിൽ വരും. ബ്ലൂന്ന് നമുക്ക് പോകേണ്ടത് സൈനിലോട്ടാണ്. അതൊക്കെ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടോ? നമ്മുടെ ട്രക്കിംഗ് പോയിന്റിലോട്ട് പോവാണ്. അതായത് ഗൈഡൊന്നും ഇല്ലാതെ സ്വന്തം റിസ്കിൽ പോകണമെന്നാണ് പറഞ്ഞത്. ഹാങ്ങിങ് ബ്രിഡ്ജ്. യെസ്, ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജ്. നമ്മൾ നാട്ടിൽ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കണ്ടിട്ടുള്ളൂ. ഷാനു മൊത്തം മൂടിയിട്ടാണ് നടക്കുന്നത്, സൺ ടാൻ അടിക്കാണ്ടിരിക്കാൻ. പക്ഷെ ഞാനിവിടെ തൊപ്പിയില്ലാണ്ട് സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് വെൽക്കം ചെയ്യാണ് ടാനിങ്ങിനെല്ലാം. ഇത് കഴിയുമ്പോൾ അവസ്ഥ എന്താവോ എന്തോ. അതെ, ഇതാണ് നമ്മുടെ പ്രഷർ ഹൺ. വാവ്, ലോക്കില്ല. ഇതെങ്ങനെ പൊട്ടിക്കണം വെച്ചാൽ കല്ല് വെച്ച് അടിച്ചു പൊട്ടിക്കണം. അതെ, ഷഹാന കമോൺ. അപ്പൊ നമ്മളിത് ഇവിടെ ഗുപ്ത സാറ് ട്രഷർ ബോക്സ് കണ്ടെത്തിയിരിക്കുന്നു. ഗ്രേറ്റ് ജോബ്. എല്ലാവരും കൈയടിച്ചേ. ഇല്ല കിറക്കോ കുഴപ്പമില്ല. നീ
കൂട്ടിക്കോ, വിളിക്കോ, വിളിക്കോ. അങ്ങനെ നമ്മൾ ഹത്ത സൈൻ ബോർഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതെ, നട്ടുച്ചയ്ക്ക് പൊരി വെയിലത്താണ്. അപ്പോൾ ഹത്തയിലോട്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാദി ഹബ്, ഹത്തയിലുള്ള വാദി ഹബ്ബിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അവിടെ ഒരു എൻട്രൻസ് ഗേറ്റ് ഉണ്ട്, ചെറിയൊരു പാർക്ക്, സിപ്പ് ലൈൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് രണ്ട് രീതിയിൽ നമുക്ക് വരാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഗൈഡിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 60 ദിർഹം പേ ചെയ്ത് ഗൈഡോടെ നിങ്ങൾക്ക് പോവാം. ഓൾമോസ്റ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു 4 hours നമുക്ക് എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഗൈഡല്ല നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. നിങ്ങൾ ഒന്നും തന്നെ പേ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് പോവാം. ഏകദേശം ക്ലൈംബ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ, 1.25 മണിക്കൂർ എടുക്കും. തിരിച്ചിറങ്ങാനും അതേ ഒരു ടൈം എടുക്കും. പിന്നെ ഒരു 1-2 മണിക്കൂർ മുകളിൽ സ്പെൻഡ് ചെയ്യാം, തിരിച്ചു വരാം. അതാണ്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗൈഡൊന്നുമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം റിസ്ക് എടുക്കുക, ലൈഫിൽ റിസ്ക് എടുക്കുക. റിസ്ക് എടുക്കാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗൈഡൊന്നും ഇല്ലാതെ പോയി നോക്കാം. പക്ഷേ കുറച്ച് ദിവസം മുന്നേ അതിശക്തമായിട്ടുള്ള മഴ കാരണം ഇവിടുത്തെ കുറേ എൻട്രി ഗേറ്റുകളെല്ലാം വെള്ളം കൊണ്ടുപോയി. അങ്ങനെ ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരൊറ്റ എൻട്രി ഗേറ്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതും പൊരി വെയിലത്താണ്. രാവിലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെതാ എല്ലാവരും ഉണ്ട്. ഏകദേശം ബാക്കിലൂടെ നടന്നു വരുന്നവരെല്ലാം ക്ഷീണിച്ചെന്ന് തോന്നുന്നു. നമ്മളിതിനും സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല. ഓക്കെ, സോ നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ഒരു മല, ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആ സ്ഥലത്തോട്ടാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് പോകേണ്ടത്. സോ ഈ റൂട്ടിൽ കൂടെ പോയി നമ്മൾ കറങ്ങി അവിടെ പോകണം. അവിടെയാണ് ആക്ച്വലി നമ്മുടെ സൈൻ ബോർഡ് വരുന്നത്. സോ ഒറ്റയ്ക്ക് വരുന്നവർക്ക് ഇവിടെ റൂട്ട് മാപ്പ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഈ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്ക് 2 ചാനൽ കൂടിയാണ് നമുക്കിവിടെ പോകാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് ഈ ഗ്രീൻ ലൈൻ നമുക്ക് ഫോളോ ചെയ്ത് പോവാം. ആ ഗ്രീൻ ലൈൻ ഫോളോ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ റെഡ് പോയിന്റ് എടുക്കണം. ഓക്കെ, ഈ റെഡ് ലൈൻ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ വരണം. ഇതാണ് റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ലൈൻ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കുറച്ചും കൂടെ നീട്ടി നിങ്ങൾക്ക് ബ്ലൂ ലൈനിൽ കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ഹട്ട ഡാമിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. സോ ഏത് വഴി പോകണം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം എന്തായാലും ഒരു 5 കിലോമീറ്റർ വരുന്ന ആക്ച്വലി ഒരു ആവറേജ് രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ ഇവരെല്ലാവരും മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, കൊള്ളാം. ഇതിൽ നമുക്ക് ഫുൾ ഹട്ട കംപ്ലീറ്റ്ലി നമുക്ക് കാണാം. ഹട്ട സൈൻ ബോർഡ് മാത്രമല്ല, ഇപ്പം നമ്മൾ രാവിലെ പോയ സുഹൈല ഡാമാണെങ്കിലും നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന ഹട്ട ഡാമാണെങ്കിലും നമ്മുടെ ഹട്ട സൈൻ ബോർഡ് ആണെങ്കിലും എല്ലാം കംപ്ലീറ്റ് ഇതാണ് നമ്മുടെ ഹട്ട സൈൻ ബോർഡ്. നമ്മൾ ഇങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയാൽ മതി. എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ എളുപ്പമല്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ആ കാണുന്ന മലയിലോട്ടാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. എൻ്റെ കൂടെ വന്ന സഹയാത്രികർ വരുന്നു. യെസ്, വരൂ. അങ്ങനെ നമ്മൾ നടന്നു വന്ന് ഹത്ത സൈൻ ബോർഡ് കണ്ടിട്ടുണ്ട്. റീം ഹത്ത വാദി ഹബ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പൊ ഇതുപോലെ നടന്നു വരുന്നവർക്ക് സൈൻ ബോർഡ്സ് വിൽ ബി ഹെൽപ്ഫുൾ. യെസ്, ഹത്ത സൈൻ ബോർഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത് ഏകദേശം ഇവിടെ നിന്ന് ഇനി ഒരു 1.1 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ പോയി ഗ്രീന് എന്തായാലും റീം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഗ്രീൻ എൻഡ് ആവും. പിന്നെ അവിടെ നമ്മൾ എടുക്കേണ്ടത് ബ്ലൂ ആണ്. ബ്ലൂ നെറ്റ്വർക്ക് എടുത്ത് വേണം നമ്മൾ പിന്നെ തിരിച്ച് പോകേണ്ടത്. അത് മിക്കവാറും ഈ മലമുകളിലൂടെ നമ്മൾ മുകളിലോട്ട് കയറുന്നത് കാണിച്ചു കൊടുത്തത് ഇവിടെ ഇതുവഴി നമ്മൾ കയറി പോകണം. സോ നമ്മൾ ഏകദേശം 4ാമത്തെ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറി
ഒന്നാമത്തെ പോയിന്റിലെത്തണം, പിന്നെ അവിടെ നിന്നൊരു ടേണിങ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ്, ഓരോ പോയിന്റും വെച്ചിട്ടുണ്ട്. ഇത്ര മീറ്റർ കഴിയുമ്പോൾ ഓരോ പോയിന്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 4ാമത്തെ പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇനി 4ാമത്തെ പോയിന്റും കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബ്ലൂ ട്രാക്ക് എടുത്ത് ഹത്തയിലോട്ട് പോകാനായിട്ട്. സോ എൻ്റെ പുറകിൽ ഈ കാണുന്ന സ്ഥലമാണ്. ഇവരെല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്, ആ പോയിന്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. സോ ഇനി ഈ കാണുന്ന സൈൻ ബോർഡിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. കാണുന്നത് പോലെയല്ല, ഈ വഴിയെല്ലാം നമ്മൾ കറങ്ങി ഏകദേശം നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് അറിയില്ല. അതുവഴി കറങ്ങി നമ്മൾ ഏറ്റവും മുകളിൽ ആ സൈൻ ബോർഡിൻ്റെ അവിടെ വരെ നമ്മൾ പോകണം. സോ 4ാമത്തെ പോയിന്റ് എത്തിയതേ ഉള്ളൂ. ഇനിയുണ്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വെയിൽ തണുപ്പുണ്ട്, പക്ഷേ ചൂട് നമ്മൾ വലിയ രീതിയിൽ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രേറ്റ് ആവും, ഡീഹൈഡ്രേറ്റ് ആവും. കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങൾ കൊണ്ടുവരിക, ഗ്ലൂക്കോസ് കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ നന്ന്. പിന്നെ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരിക. പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കയ്യിൽ കരുതണം. കാരണം ഇനി അങ്ങോട്ട് പോകുന്ന മാസങ്ങളിൽ നല്ല രീതിയിലുള്ള ചൂടാണ്. എപ്പോഴും ഈ ഒരു തണുപ്പൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു കൂൾ ബ്രീസ് ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ തവന്ന് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, നമ്മൾ അവരെയും കൂടെ പരിഗണിക്കണം, അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത മുകളിലോട്ട് പോയിട്ട് നമുക്ക് കാണാം ബാക്കി. This is the reality, guys. We can't. Seriously. We are all too tired. Seriously. എൻ്റെ കിതപ്പ് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഗൈസ്, ഒന്നുകിൽ ഹെയർലി മോർണിംഗ് വരണം, ഇല്ലെങ്കിൽ ഈവനിങ് ടൈം. നട്ടു ഉച്ചയ്ക്ക് ഒരിക്കലും വരരുത്. എങ്കിൽ ഇതായിരിക്കും അവസ്ഥ. അതെ, നമ്മളെ ട്രിപ്പ് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്ന ചെറ്റാണ് അതേ അവിടെ ഇരിക്കുന്നത്. ഞാനത് രാവിലെ വരാന്ന് പറഞ്ഞതോ. ഡോക്ടർ അവൾ ഇറങ്ങി വന്ന 10 മണിക്ക്. നമ്മളിപ്പോഴും വ്യൂ പോയിന്റിലേക്ക് കുറച്ച് മീറ്റേഴ്സും കൂടി ബാക്കിയുള്ളൂ. പക്ഷെ നാളത്തേക്ക് കാലൊക്കെ എന്താവും അറിയില്ല, അത്രയും വയ്യാണ്ടായി. Oh my god, but the view from here is yes, but still due to our health conditions, lifestyle, we are struggling like this. yes, we should work out more, we should be fit. Age of 30 we are like this. Who is 30? You are 30. We are young. She is 33, sorry. ഞാൻ മാത്രമേ ഇതിൽ ഏറ്റവും, ഞാനാണല്ലോ ആക്ച്വലി യങ്ങസ്റ്റ്, ബട്ട് ഐ എം നോട്ട് റിവീലിംഗ് മൈ ഏജ്. ദാറ്റ്സ് ഫൈൻ. അങ്ങനെ ഞങ്ങളിത് ഏകദേശം എത്താറായപ്പോഴേക്കും ഇങ്ങനെ റെസ്റ്റിംഗ് സ്പേസിൽ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നും കിടന്ന് റെസ്റ്റ് എടുത്തു. സോ നേരത്തെ ഗുപ്ത സാർ പറയുന്നത് കേട്ടല്ലോ വ്ളോഗിൽ, അതുകൊണ്ട് വാട്ടർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൊണ്ടുവന്ന 5 ബോട്ടിലാണ്, 5 ബോട്ടിലും കഥം. ഇനിയിപ്പോൾ നമ്മളിൽ കുറച്ച് സ്നാക്സ് ഉണ്ട്, നമ്മുടെ ഡോക്ടർ ക്യാരി ചെയ്ത കുറച്ച് സ്നാക്സ് മാത്രമല്ല നമ്മളതൊക്കെ കഴിക്കുക. അങ്ങനെ നമ്മൾ ഹത്ത സൈൻ ബോർഡിൻ്റെ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. 1400 അടി മുകളിൽ നിൽക്കുകയാണ്. ഇവിടെ നോക്കിയപ്പോൾ ഒരു ഷെൽട്ടർ ഉണ്ടായിരുന്നു, അവിടെ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് കിടന്നുറങ്ങി ആഹാരവും കഴിച്ച്. ഇനി തൊട്ടടുത്താണ്, കാണാൻ പറ്റുന്നതെന്ന് നമുക്കറിയില്ല, എൻ്റെ തൊട്ടടുത്ത് ഹത്ത സൈൻ ബോർഡ് കാണാം. ഒരു 10-15 മിനിറ്റ്, ഒരു 10 മിനിറ്റത്തെ നടത്തം കൂടെ മാത്രമേ ഉള്ളൂ ഇനി ഹത്തയിലോട്ട് എത്താനായിട്ട്. എല്ലാവരും പടവായി. ഇതായിരിക്കുന്നു, ഐഷുണ്ട്, ഗുപ്തയുണ്ട്, പിന്നെ നമ്മളെ ചികിത്സിക്കാനെത്തിയ നമ്മുടെ സ്വന്തം ഡോക്ടർ, എല്ലാവരും ഉണ്ട്. ഇനി ബാക്കി ഇറങ്ങിയിട്ട് കാണാം. അല്ല, ഇറങ്ങിയിട്ടില്ല, ഇനി മുകളിൽ പോയിട്ട് സൈൻ ബോർഡിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. അവിടുത്തെ വ്യൂ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും. സോ നമ്മൾ യാത്രയുടെ ഫൈനൽ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് തുടങ്ങി ആ ഗ്രീൻ ലൈൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 4, ഏകദേശം നമ്മളിതാ ഈ ഒരു ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി അധികം ദൂരമില്ല നമുക്ക് കാണാനായിട്ട്, ഇനി അധികം ദൂരമില്ല. ഏകദേശം ഇത്രയും ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആ മലയിടുക്കിൽ കൂടെ ആണ് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ നടന്നു വന്നത്. ആകെ കൂടെ നമുക്ക് കിട്ടിയ ഒരു ഷെൽട്ടർ ഏറ്റവും അവസാനം ആ കാണുന്നതാണ് ഹത്ത സൈൻ ബോർഡ്. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര പോകുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആക്ച്വലി ഇത്രയും ദൂരം കവർ ചെയ്ത് വന്നത്. ഏകദേശം 5.5 കിലോമീറ്ററായി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഓരോ നമുക്ക് വഴികാട്ടിയായിട്ട് ഓരോ
എന്താ പറയുക സൈൻ ഡിറക്ഷൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ്, ഈ ഒരു നമ്പർ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മാപ്പും ക്രോസ് ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ഈ നമ്പറും ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പോകേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ വേറെ ഏതെങ്കിലും വഴി കൂടെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പോകേണ്ടി വരും. കാരണം പല രീതിയിൽ നമുക്ക് ഈ ഒരു സൈൻ ബോർഡിൻ്റെ അടുത്തെത്താം, അല്ലെങ്കിൽ പല എന്താ പറയുക വ്യൂ പോയിന്റിൽ നമുക്ക് എത്താം. ഓക്കെ, അഡ്വഞ്ചറസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അഡ്വഞ്ചർ കുറച്ചും കൂടെ കൂടി നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് പോവാം. റിസ്ക് കുറച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ പോവാം. വളരെ ഈസി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ പോവാം. അതിനാണ് ഗ്രീൻ, അതുപോലെ തന്നെ ബ്ലൂ, അതുപോലെ തന്നെ റെഡ് എന്ന് പറയുന്ന ട്രാക്ക് അവർ കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം നമ്മളൊരു മീഡിയം ലെവലിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. കാരണം അധികം ഈസിയും എടുത്തിട്ടില്ല, അധികം ഹാർഡും എടുത്തിട്ടില്ല, മീഡിയം ലെവലിൽ കൂടെയാണ് നമ്മൾ പോയത്. ഏകദേശം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അങ്ങറ്റം കാണുന്ന അതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ പോയിന്റിൽ കൂടെ നമ്മൾ ഒരുപാട് നടന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഏകദേശം ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ഫൈനൽ ഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഹത്ത നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സൈൻ ബോർഡ്, അവരൊക്കെ മുന്നിലെത്തി. നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുത്തു. ഈ ഒരു ഷെൽട്ടർ നമ്മൾ ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മുടെ യാത്ര വീണ്ടും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ ഏകദേശം 1400 അടി മുകളിലുള്ള ഹത്ത സൈൻ ബോർഡ് വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സൈൻ ബോർഡ് കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ അതിഭീകരമായിട്ടുള്ള ഹൈക്കിംഗ് ചെയ്ത് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പുറകിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും, ഈ കാണുന്ന ഹത്ത സൈൻ ബോർഡ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിയുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സൈൻ ബോർഡും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ വ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ ഹൈക്ക് ചെയ്ത് ഏകദേശം 5.5 കിലോമീറ്റർ നമ്മൾ നടന്നതാ ഇത്രയും ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. സോ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മൾ താഴോട്ട് പോകണം. അതെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1.5 മണിക്കൂർ അല്ലേ? നമ്മൾ 1.5 മണിക്കൂറല്ല, ആക്ച്വലി 10 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം നമ്മൾ 15-20 മിനിറ്റ് റെസ്റ്റ് എടുത്തതും കൂടെ ചേർന്ന് ഏകദേശം 2 മണിക്കൂർ 10 മിനിറ്റ് എടുത്ത് നമ്മൾ കവർ ചെയ്ത് മുകളിലോട്ട് എത്താനായിട്ട്. പക്ഷേ എന്തായാലും നല്ല കാറ്റുണ്ട് ഇവിടെ. ഈ ഒരു നല്ല കാറ്റാണ്. 12 മണിയല്ലേ ഇപ്പൊ? 12 മണിയോ? 12 12 ഉച്ചയ്ക്ക് ആയിട്ട് പോലും ഇത് കാറ്റ് എന്ന് പറയുന്നത് നല്ല കാറ്റാണ്, നല്ല രസമുണ്ട്. സോ രാത്രി നമ്മൾ പുലർച്ചെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നല്ല എന്താ പറയുക, ലൈറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് വിസിബിൾ ആയിരുന്നു. ദൂരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. രാവിലെ വരാനുള്ളൊരു പ്ലാനായിരുന്നു, പക്ഷേ അത് നമുക്ക് നടന്നില്ല. അതിനെക്കാട്ടിലും അതിഗംഭീരമായിട്ടുള്ള സൺറൈസ് നമ്മൾ വേറൊരു വ്യൂ പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളത് ഉച്ചയ്ക്ക് എത്തിയിരിക്കുകയാണ്. Guys, finally we reached Hatta. ഹത്ത ഇങ്ങനെ കാണുമ്പം അട്ടാന്ന് തോന്നും. അട്ടല്ല, ഹത്ത. എപ്പിസോഡുമായിട്ട് ഹത്തയുടെ പുതിയ കുറച്ച് സ്ഥലങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നുണ്ടായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു.